ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രുദ്രുവിന് സ്കൂളുള്ള ഒരു ദിവസത്തെ എൻ്റെ ഒരു റുട്ടീൻ കണ്ടാലോ? രാവിലെ തന്നെ നേരത്തെ എണീറ്റ് വന്നപ്പം കിരീടം ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പാലും പത്രമൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് നേരെ കിച്ചണിലോട്ട്. പിന്നെ എൻ്റെ സ്ഥിരം റുട്ടീൻ തുടങ്ങുകയായി. കർട്ടനൊക്കെ ഓപ്പണാക്കി ഞാൻ എൻ്റെ മണി പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലാണ് എൻ്റെ ആദ്യത്തെ പണി. പിന്നെ ആദ്യം കോഫി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. മസാല ദോശയ്ക്കും പൂരിക്കൊക്കെ ഞാൻ സെയിം മസാല തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അതിന് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടിയിട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അതിൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഈ ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ മസാലയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. പിന്നെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും കിരണിന് ഷോപ്പിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കുള്ള കോഫിയാണ് കൊണ്ടു കൊടുക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാറാവും കേട്ടോ. ആൾ ഷോപ്പിൽ പോകുന്നൊരു സമയം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ രാവിലെ ഒരു കോഫി കുടിക്കൽ പതിവുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ പൂരിയെല്ലാം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും വലിയൊരു പണി എന്ന് പറയണത്. രാവിലെ രുദ്രുവിനെ എണീപ്പിക്കൽ വലിയൊരു ടാസ്ക്കാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാനങ്ങ് എണീപ്പിക്കും. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോകണ്ടേ? പിന്നെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളായി. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, യൂണിഫോം എല്ലാം അയൺ ചെയ്യാനുണ്ടാവും, അതുപോലെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക. അങ്ങനെ സ്ഥിരം സ്കൂളിൽ പോകുമ്പോഴുള്ള കലാപരിപാടികളാണ് പിന്നീട് അങ്ങോട്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിന് പൂരി മസാലയാണ് കൊടുത്തയക്കുന്നത്. ചോറൊക്കെ വല്ലപ്പോഴൊക്കെ കൊടുത്തയക്കാറുള്ളൂ. കാരണം അവന് തീരെ ഇഷ്ടമില്ല. ചിലപ്പോൾ മുഴുവനും കഴിക്കാതെ കൊണ്ടുവരും. അപ്പോൾ ഇതാവുമ്പോൾ ഇഷ്ടമുള്ള കാരണം അങ്ങനെ കഴിച്ചോളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി കഴിഞ്ഞു. സ്കൂളിൽ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 8:30 കൂടിയിട്ടൊക്കെയാണ് വണ്ടി വരാറ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ടാണ്. അവരെല്ലാവരും അവരെ സ്കൂളിലാണ്. അപ്പം എല്ലാവരും കൂടി അവർ സമയമാകുമ്പോഴേക്കും എത്തും. അങ്ങനെ മോൻ്റെ വണ്ടി വന്നു. അങ്ങനെ അവനെ സ്കൂളിൽ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ പിന്നെ കൂട്ടിലിവിടെ ഒരാൾ കിടപ്പുണ്ടാവും. അവളെ തുറന്നു വിടലാണ്. സാധാരണ കൂട് തുറന്നു വിട്ടാൽ പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ക്യാമറ കൊണ്ട് ചെന്ന കാരണം മൂപ്പർക്ക് കുറച്ച് കളി കുറുമ്പൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലഞ്ച് പരിപാടികളാണ്. ഇന്ന് നേരത്തെ കൂട്ടി ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം വർക്കിംഗ് ഡേയ്സിൽ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകും. ആഴ്ചയിൽ ഒരു 6 ദിവസം എങ്ങനെ പോയാലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട്. പലരും എന്നോട് ചോദിക്കും, ജിമ്മിൽ പോയിട്ടും തടി കുറയുന്ന കാണാനില്ലല്ലോ, കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ പറയണത് തടി കൂട്ടുക അല്ലെങ്കിൽ തടി കുറയ്ക്കുക എന്നതിനേക്കാളൊക്കെ ഉപരി എനിക്ക് കിട്ടുന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനുണ്ട്. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ജിമ്മിൽ പോകുന്നത് നമുക്ക് നമ്മുടെ ബോഡിക്ക് മാത്രം ഉണ്ടാകുന്ന ചേഞ്ചിന് വേണ്ടിയിട്ടല്ല. ഇതൊരു തരം തെറാപ്പി കൂടിയാണ് നമ്മുടെ മനസ്സിന്. മുമ്പ് എവിടെയോ ഞാൻ ആരോ പറഞ്ഞു കേട്ടതാണ്, വർക്കിംഗ് ഔട്ട് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദ ബോഡി, ഇറ്റ്സ് എ തെറാപ്പി ഫോർ ദ മൈൻഡ്. എൻ്റെ കാര്യത്തിൽ അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരം തടിച്ചിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നു എന്നതിലല്ല കാര്യം. നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ള ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും അതിനെപ്പറ്റി ബോധേഡാവേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പലരും പറയുമ്പം അല്ലെങ്കിൽ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പം സത്യത്തിൽ അവരോടൊക്കെ എനിക്ക് സഹതാപമാണ് തോന്നാറുള്ളത്.
അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല, അല്ലേ? ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാ ദിവസവും നമുക്ക് പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് പല പരിപാടികളും ഉണ്ടാവും. സോ ആ ഒരു ടൈമിന് നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെയുള്ള പല ഇഷ്യൂസും വരും. അപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവർക്കും ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പറ്റുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് വീട്ടിൽ ഞാനായിട്ട് അതിനൊരു സമയം കണ്ടെത്തുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ചിലപ്പം എല്ലാ ദിവസവും ചിലപ്പോൾ പോകാൻ പറ്റില്ല, പലപ്പോഴും ബ്രേക്കൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക എന്ന് പറയണത്, ഈ വർക്കൗട്ട് ഭാഗമാക്കുക എന്ന് പറയണത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ജിമ്മിൽ പോകുന്ന വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി വന്നു, പിന്നെ കുളിച്ച് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ച് നോക്കാം. ചോറിൻ്റെ കൂടെ നല്ല ക്യാബേജ് തോരനും, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഒരു ചിക്കൻ ഫ്രൈയും, പിന്നെ കുറച്ച് കേർഡ് എടുത്തിട്ടുണ്ട്, പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.